അറ്റൻഷൻ സ്റ്റുഡൻസ്, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം അനൗൺസ് ചെയ്യാനുണ്ട്. അടുത്ത ചില ദിവസങ്ങൾ ഞാൻ ലീവ് എടുക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി സ്കൂളിലെ പുതിയ പ്രിൻസിപ്പലിന് ഹാൻഡ് ഓവർ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞാൽ മതി. ഇതാണ് നിങ്ങളുടെ പുതിയ പ്രിൻസിപ്പൽ. നിങ്ങളേക്ക് സ്വാഗതം ചെയ്യൂ. ഞാനാണ് പുതിയ പ്രിൻസിപ്പാൾ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല രുദ്ര. ഷക്കൽ നമ്മുടെ പുതിയ പ്രിൻസിപ്പലോ? ഹലോ കുട്ടികളെ, മാഡം കാൻകോ അർജന്റ്ലി ആയിട്ട് ലീവ് എടുത്ത് എങ്ങോട്ടോ പോവുകയാണ്. അതുകൊണ്ട് അവരെന്നോട് വളരെ റിക്വസ്റ്റ് ചെയ്തു പറഞ്ഞു, കുറച്ചു കാലത്തേക്ക് ഈ സ്കൂളിന്റെ ഭാരം എന്റെ ശക്തമായ തോളിൽ ചുമക്കണമെന്ന്. അത് പറ്റില്ല എന്ന് എനിക്ക് ഇവരോട് പറയാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണല്ലോ, എനിക്ക് കുട്ടികളെന്ന് വെച്ചാൽ ജീവനാണ്, ജീവൻ. ഷക്കാലിലെ കുട്ടികളെ എത്രമാത്രം ഇഷ്ടമാണെന്ന് ഞങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സ്റ്റുഡൻസ്, നിങ്ങളുടെ പുതിയ പ്രിൻസിപ്പലിനെ വിഷ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് സർ. മാഡം കാനുങ്കോ, സോറി ടു ഡിസ്റ്റർബ് യു. MBTVയുടെ ബീഹൈവ് കാണാതെ പോയിരിക്കുകയാണ്. അവിടെ ഒരു ബി പോലും ഇല്ല. ശരിക്കും പറയുകയാണെങ്കിൽ അവിടുത്തെ ബീഹൈവ് മൊത്തത്തിൽ കാണാതെ പോയിരിക്കുക. അതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ ഇവിടെ പ്രിൻസിപ്പൾ ആകുന്നതിന് മുൻപ് ആരോ ഇവിടെ എന്തോ ചതി ചെയ്തിട്ടുണ്ട്. ഇതെന്നെ മനഃപൂർവ്വം അവമാനിക്കാൻ വേണ്ടി ചെയ്തതാണ്. നോക്ക്, ആരാണ് അതിനകത്ത് മറച്ചു വെച്ചിരിക്കുന്നത്? അവര് തന്നെ സ്വയം നേരിട്ട് എന്റെ കയ്യിൽ കൊണ്ടു തന്നേക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സ്റ്റുഡന്റിന് ഒരു പണിഷ്മെന്റും കൊടുക്കുകയില്ല. ഒരു പക്ഷെ ഞാൻ അവനെ തേടി കണ്ടുപിടിക്കുകയാണെങ്കിൽ അവനെ ഈ സ്കൂളിൽ നിന്ന് ഞാൻ അടിച്ചു പുറത്താക്കും. മനസ്സിലായോ? മറവറും തീർച്ചയായിട്ടും ഇതിൽ ഷക്കാലിന്റെ എന്തോ ചതി കളിയുണ്ട്. നമുക്ക് ചെന്ന് നോക്കിയേക്കാം. സെക്യൂരിറ്റി, രുദ്രയ്ക്ക് സ്ക്രീനിൽ ആ ക്ലിപ്പിംഗ്സ് ഒന്ന് കാണിച്ചു കൊടുക്ക്. എന്താ ഷോക്കായി പോയോ രുദ്ര? നീ ഇതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല. നീ ചെയ്ത കള്ളത്തരം ഞങ്ങൾ കണ്ടുപിടിക്കുമെന്ന്. പക്ഷെ ഏതൊരു കള്ളനും ഏതൊരു എവിഡൻസും വിട്ടേച്ചു പോകുമെന്നുള്ളത് സ്വാഭാവികമാണ്. നിന്റെ എടുത്തിയാട്ടം കാരണം നീയും ഒരു MBTV BA വിട്ടിട്ട് പോയി. അതുകൊണ്ട് അത് റെക്കോർഡായിരിക്കുകയാണ്. എന്താ ഷക്കാൽ, നീ എന്നെ കുടുക്കാൻ വേണ്ടിയാണ് ഈ ചതി ചെയ്തത്. നമ്മൾ തമ്മിൽ എന്ത് വിരോധം ഉണ്ടെന്ന് നമുക്കറിയാലോ. ഇതിലെന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്നത്. ഇത്രമാത്രം മജിഷ്യൻസ് ഒക്കെ വിട്ടിട്ട് നിന്നെ എങ്ങനെയാ ഇവര് സ്കൂളിൽ പ്രിൻസിപ്പൽ ആക്കിയത്? രുദ്ര, ജയ്സിംഗിനെ പോലെ ഞാനും ഈ സ്കൂൾ ഓഫ് ഡയറക്ടറേറ്റിലെ ഒരു അംഗമാണ്. ചിലപ്പോൾ ആരെങ്കിലും എന്നോട് കുറച്ച് ദിവസത്തേക്ക് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവരുടെ അപേക്ഷ സ്വീകരിച്ചല്ലേ പറ്റൂ. നിങ്ങളെല്ലാവരും ചെന്ന് പാക്കിംഗ് ചെയ്തോളൂ. വൈകുന്നേരം ഏതൊക്കെ ഷിപ്പാണ് യാത്ര പുറപ്പെടാൻ തയ്യാറായിരിക്കുന്നത് ആ ഷിപ്പിൽ വളരെ സന്തോഷത്തോടെ കയറി നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാവുന്നതാണ്. പിന്നെ ഒരിക്കലും നീ തിരിച്ച് ഇങ്ങോട്ട് വരില്ല. ഷക്കാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. വൈകുന്നേരം അവൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. അതിനകം ഇത് ചെയ്ത് ഞാനല്ല, ഞാൻ പ്രൂവ് ചെയ്യും. ഇതൊക്കെ നിന്റെ ചെയ്തിയാന്ന് ഞാൻ പറയും. എന്റെ ദൈവമേ, അയ്യോ വേണ്ട വേണ്ട, ഞാൻ പേടിച്ചു പോയി. ഞാൻ ആകെ ഭയന്നു പോയി. ഒന്ന് പോടാ. നീ നേരെ നിന്റെ റൂമിലേക്ക് ചെല്ല്. ഇനി വൈകുന്നേരം വരെ നീ നിന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരരുത്. അഥവാ നീ എങ്ങാനും പുറത്തേക്ക് വന്നാൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. ഒരു കുറ്റവാളിക്കെതിരെ എടുക്കേണ്ട ആക്ഷൻ ആയിരിക്കും എനിക്ക് എടുക്കേണ്ടി വരിക. ആ കുറ്റത്തിന്റെ ഉത്തരവാദി നീ തന്നെയായിരിക്കും. Get out! ഒരു പക്ഷെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് ചെന്നാൽ നമ്മൾ ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഷക്കാൽ കാണിച്ച ആ വീഡിയോ ഉണ്ടല്ലോ, അത് അവന്റെ മാജിക് പവർ വെച്ച് ഉണ്ടാക്കിയതാ. അത് കൊള്ളാം. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ എന്റെ മാജിക് കൊണ്ട് ആ ക്ലിപ്സ് റെഡിയാക്കിയതാണ്.
അങ്ങനെ അവസാനം നീ എന്റെ വലയിൽ കുടുങ്ങിപ്പോയി. ഇതോടെ നിന്റെ കാര്യം പോക്കാണ് രുദ്ര. ഞാൻ ഇനി ഒന്നും ചെയ്യില്ല. ഇവിടെയുള്ള ഗാർഡ്സ് തന്നെ നിന്റെ കഥ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഗാർഡ്സ്, ഗാർഡ്സ്! രുദ്ര ഇവിടെ കറങ്ങി നടക്കാണ്. വേഗം വന്ന് ഇവനെ പിടിക്കാൻ. ഗാർഡ്സ്, ഇത് ഷാക്കാലിന്റെ ഓർഡർ ആണ്. രുദ്രയുടെ കഥ അവസാനിപ്പിക്കുക. ഗാർഡ്സ്, എന്നെ അല്ല, രുദ്രയുടെ കഥ അവസാനിപ്പിക്കുക. ചെല്ല്. സോറി മിസ് സെക്യൂരിറ്റി, ഞങ്ങൾ രുദ്രയെ തന്നെയാണ് ആക്രമിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളാണ് ഇടയ്ക്കേറി പ്രശ്നം ഉണ്ടാക്കിയത്. ഓ സോറി. വേഗം അവനെ ഫോളോ ചെയ്യ്. അവൻ രക്ഷപ്പെട്ടു പോവരുത്. അവര് രുദ്ര ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു. ഇനി എന്റെ വകയായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ. അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രശ്നത്തിലാ. രുദ്ര, നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയി. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. Yubeska Zibalska Miniature Size Creator. ഞാൻ മാന്ത്രികൻ, ഞാൻ മായാജാലക്കാരൻ. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷാക്കാൽ. രുദ്ര, ഇതോടെ നിന്റെ കളി അവസാനിച്ചു കഴിഞ്ഞു. ഞാൻ നിന്നെ ഒരു ഉറുമ്പിനെ പോലെ ഇങ്ങനെ ഞെരടി കൊല്ലും. വേഗം തേടി കണ്ടുപിടിക്ക്. രുദ്ര എവിടെയാന്ന് നോക്ക്. അവൻ ഈ റൂമിൽ തന്നെ എവിടെയോ ഉണ്ട്. മിസ് സെക്യൂരിറ്റി, രുദ്ര പുറകിലുണ്ട്. എവിടെ? അവൻ എവിടെയാ? അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. സെക്യൂരിറ്റി, ആ രുദ്രയാണ് പിടിക്കേണ്ടത്, അല്ലാതെ എന്നെ അല്ല. സോറി പ്രിൻസിപ്പൽ സർ, സോറി. ഞാൻ കണ്ടില്ലായിരുന്നു. നിങ്ങൾ രുദ്രയെ പിടിച്ചു വെച്ചിട്ടുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. സോറി, ഡോണ്ട് വറി. തീർച്ചയായും ഞാൻ രുദ്രയെ പിടിക്കാതെ വിടില്ല. അവൻ ഈ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിയത് മുതൽ അവൻ എന്നെ ഒരുപാട് തവണ അപമാനിച്ചിട്ടുണ്ട്. ഈഗിൾ മാൻ, വേഗം ചെല്ല്. തേടി കണ്ടുപിടിക്ക്. വേഗം രുദ്രയെ തേടി കണ്ടുപിടിക്ക്. ഈ സ്റ്റാച്ചു എന്തിനിങ്ങനെ നടുവഴിക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ എന്ത് ജോലിയാ ചെയ്യുന്നത്? പുറത്ത് ചെന്ന് നോക്ക്. രുദ്ര ഇവിടെ ഇല്ലെന്നാ തോന്നുന്നത്. മിസ് സെക്യൂരിറ്റി ശരിക്കും ഒരു ഡബ്ബാണ്. നമ്മൾ ആരെയും അവരെ തിരിച്ചറിഞ്ഞില്ല. Go to Mr. Mectician workshop. നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായം അദ്ദേഹം ചെയ്യും.
നോ മൈറ, അവര് വളരെ സ്മാർട്ടാണ്. അവര് രഹസ്യമായി നമ്മളെ സഹായിക്കായിരുന്നു. രുദ്ര, എനിക്ക് മിസ് സെക്യൂരിറ്റി മെസ്സേജ് അയച്ചിരുന്നു. പറയൂ, ഇപ്പൊ ഞാൻ നിനക്ക് എന്ത് സഹായം ചെയ്യേണ്ടത്? സോ ഈ ബീസ് എല്ലാം റോബോട്ടിക് ആണ്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ബീ താഴെ വീഴാണെങ്കിൽ അത് ഡാമേജ് ആയി പോയാൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത്? എന്റെ കൈവശം ഒരു മദർ ബീ ഉണ്ട്. അത് ക്വീൻ ബീനെ പോലെയാണ്. അതിനെ ഞങ്ങൾ പറക്കാൻ അനുവദിക്കും. അത് പറന്നു കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ സ്കൂളിനെയും അത് ചെക്ക് ചെയ്യും. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ബീ എവിടെയെങ്കിലും ഡാമേജ് ആയി കിടന്നാൽ അത് മദർ ബീനെ കണ്ട് അട്രാക്ട് ആയി ഒട്ടിപ്പിടിച്ചിരിക്കും. മദർ ബീ പിന്നെ അതിനെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടെത്തിക്കും. സർ, നിങ്ങൾ അതിനെ പറഞ്ഞേക്കൂ. മാഡം കോണങ്കോയുടെ റൂമിൽ നിന്ന് ഒരു ബിയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതോടെ മിസ്റ്ററി എല്ലാം സോൾവ് ആകും. എന്നാ ശരി. രുദ്ര അതിഭയങ്കരമായ ഒരു കളിയാണ് കളിച്ചിരിക്കുന്നത്. എന്നാലും അവൻ രക്ഷപ്പെടാൻ പാടില്ല. അവനെ ലോക്കറ്റ് കീഴിൽ അടച്ചിടണം. സ്കൂളിന്റെ മുക്കും മൂലയും എല്ലാം മരിച്ചു പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിനും ഒരു അലേർട്ട് കൊടുത്തേക്ക്. ആരെങ്കിലും രുദ്രയെ പിടിച്ചു കിട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ അവന് സ്കോളർഷിപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞേക്ക്. ഇത് മദർ ബീ ആണല്ലോ. അത് ഡാമേജ്ഡ് ബീസിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നോടൊപ്പം കൊണ്ടുപോവുകയാണ്. അതിനെ വേഗം പിടിക്ക, വേഗം ചെല്ല്. നമുക്ക് ആ കളറിനെ കുറിച്ചുള്ള എന്തെങ്കിലും എവിഡൻസ് വേഗം തന്നെ കിട്ടുന്നതായിരിക്കും. ഷക്കൽ സർ, സോറി. ഞാൻ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ രുദ്രയെ എവിടെയും തേടി കണ്ടെത്താൻ പറ്റിയില്ല. ഒരു പക്ഷെ അവൻ നിങ്ങളെയും പേടിച്ച് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു കാണുന്ന തോന്നുന്നത്. ഓഹോ, മിസ് സെക്യൂരിറ്റി, അവൻ രുദ്രയാണ്. രുദ്ര അവൻ ആരെയും കണ്ട് പേടിക്കില്ല. പക്ഷെ നീ ഇവിടെ എന്ത് സെക്യൂരിറ്റിയാണ് ചെയ്യുന്നത്? വീണ്ടും വീണ്ടും എന്റെ ദേഹത്തേക്ക് വന്ന് ഇടിക്കുകയാണല്ലോ. എനിക്ക് തോന്നുന്ന ദേഷ്യത്തിന് ഇപ്പോൾ നിന്നെയും കൂടി ഇവിടുന്ന് റെസ്റ്റിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. നിൽക്കവിടെ, നിൽക്കാനാ പറഞ്ഞത്. എന്റെ കയ്യിൽ ഒരു പ്രാവശ്യം അങ്ങനെ നിന്നെ കിട്ടിക്കഴിഞ്ഞ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോളൂ. ഷാക്കാൽ സർ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഇനി നമുക്ക് ശരിക്കുള്ള കൾപ്രിറ്റ് ആരാണെന്ന് കണ്ടെത്താനേ കഴിയില്ല. അതിലിത്ര മാത്രം കണ്ടെത്താൻ എന്താ ഉള്ളത്? രുദ്ര MBTV ബീഹൈവ് അടിച്ചു മാറ്റുമ്പോ റെക്കോർഡ് ചെയ്യപ്പെട്ട വീഡിയോ എല്ലാവരും കണ്ടതല്ലേ? വൈകുന്നേരത്തിന് മുമ്പ് രുദ്ര ചെന്ന് പിടിക്കേ. വരുൺ, നീ ചെന്ന് മിസ്റ്റർ മെക്ടീഷിനോട് പറഞ്ഞേക്ക മദർ ബി വരുന്നുണ്ടെന്ന്. അതിന്റെ ഒപ്പം വരുന്ന ഡാമേജ്ഡ് ബി ഉണ്ടല്ലോ, അതിനെ റിപ്പയർ ചെയ്യാൻ പറയുക. അതിൽ നിന്ന് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും അത് കാണിക്കാം. രുദ്ര അവിടെ നോക്ക്, ഷക്കൽ തിരിച്ചു വരുന്നു. അവൻ തീർച്ചയായിട്ടും മദർ ബിയെ ഫോളോ ചെയ്ത് പോകും. ഈ ബൈസ്കോ മദർ ബി ഇമേജ് ക്രിയേറ്റോ. മര ആ മദർ ബിയെ ചെന്ന് പിടിക്ക. അതിൽ എന്തെങ്കിലും രഹസ്യം കിട്ടാതിരിക്കില്ല. ഈഗിൾ മാൻ, രുദ്ര സ്കൂളിൽ നിന്ന് പുറത്തു പോവാൻ ശ്രമിക്കുകയാണ്. അവനെ ചെന്ന് പിടിക്ക്. ഇനി അവൻ സീ ബ്രീസിലേക്ക് ചെന്ന് മാഡം കാനുങ്കോയെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. താങ്ക് യു മിസ് സെക്യൂരിറ്റി. ഇന്ന് നിങ്ങൾ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ മാഡം കാനുങ്കോയുടെ അടുത്തേക്ക് ചെന്നേക്കാം. മാഡം കാനുങ്കോ, സത്യം പറയൂ, നിങ്ങൾ എന്തിനാണ് ഷക്കാലിനെ പ്രിൻസിപ്പൽ ആക്കിയത്? അവൻ മാത്രമാണ് ടാലന്റായ പേഴ്സൺ. രുദ്ര മതി, നിന്റെ കളി അവസാനിപ്പിക്കേ. മാഡം കാൻകോ, ഒന്ന് മാറി നിൽക്ക്. ഇന്ന് അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് തീർച്ചയായും ലഭിച്ചിരിക്കും.
ആ, ഉം. ഓ, 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 ഓ. നിന്റെ ഈ പിള്ളേരുകളി മാജിക്കുന്നത് വെച്ച് എന്നെ ഒന്നും ചെയ്യാനാവില്ല. അയ്യോ എന്നെ വിട്, എനിക്ക് തല കറക്കുന്നേ, അയ്യോ എന്നെ വിട്. ഞാൻ എങ്ങനെ ഇവിടെ വന്നത്? ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നീ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഇരിക്കേ. ഞങ്ങളിടയിലേക്ക് വരരുത്. പക്ഷേ ഞാൻ വരും. ആ, ഞാൻ രുദ്രയെ തീർച്ചയായും സഹായിക്കും. അതെങ്ങോട്ടാ പോയത്? വരുൺ, ഞാനിത് റിപ്പയർ ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഒരു പക്ഷെ ഇതിൽ എന്തെങ്കിലും റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ അതോടെ എല്ലാ സസ്പെൻസും ക്ലിയർ ആകും. നിനക്കിത് എന്താ പറ്റിയത്? പുതിയ മാജിക് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് രക്ഷിക്കേ. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഷാക്കാൽ എങ്ങനെ ഇവിടെ വന്നു? ഷാക്കാൽ, നിന്റെ ഈ കളിയൊന്ന് നിർത്ത്. പക്ഷെ മാഡമാണ് അയാളെ പ്രിൻസിപ്പൽ ആക്കിയത്. ഞാൻ എപ്പോഴാ അവനെ പ്രിൻസിപ്പൽ ആക്കിയത്? അതൊക്കെ കള്ളമാണ്. രുദ്ര, നിന്റെ സംശയം വളരെ ശരിയാണ്. MBTV അടിച്ചു മാറ്റുന്ന രീതിയിൽ നീ ഒരു വീഡിയോ കണ്ടില്ലേ? അത് ഷാക്കാൽ മാജിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. മറ്റുള്ളതെല്ലാം നീ തന്നെ നോക്കിക്കോ. ഇതാ. ഓ, എത്ര നല്ല ടൈം പീസാ ഇത്. ഇതിൽ എന്റെ ഫോട്ടോയും നല്ല രീതിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഞാൻ മാന്ത്രികൻ, ഞാൻ ഭയജാലക്കാരൻ. എന്നെ കണ്ടാൽ പേടിക്കണം. ഞാനാണ് ഷാക്കാൽ. ഇനി ഞാൻ പറയുന്നത് എന്തും നീ ചെയ്യും. ഞാൻ എന്തു പറഞ്ഞാലും നീ അതനുസരിച്ചിരിക്കും. യെസ് ഷാക്കാൽ. ഷക്കാൽ, ഇതെല്ലാം നിന്റെ ചതിക്കളിയാന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. പക്ഷെ നീ വീണ്ടും തോറ്റുപോയി. നീ ഒരു കാര്യം മറന്നുപോയെന്ന് തോന്നുന്നു. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഷക്കാൽ, time to go. Ibaiska, boom, chick, chick, boom. ഞാൻ വീണ്ടും തിരിച്ചു വരും.
വരൂ വരൂ, നിന്നെ ഡിറ്റൻഷൻ റൂമിലേക്ക് പറഞ്ഞയച്ചില്ലെങ്കിൽ എന്റെ പേര് മിസ് സെക്യൂരിറ്റി എന്നല്ല.